കർത്താവ് വിലമതിച്ചതിനെ കർത്താവിന്റെ മക്കൾ വിലമതിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ചൂസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ പെറ്റ തള്ളയെ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങൾ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയെ, ഏറ്റവും കൊള്ളരുതാത്തൊരു സ്ത്രീയെ, ഏറ്റവും സ്വഭാവ വൈകല്യമുള്ളൊരു സ്ത്രീയെ, ഏറ്റവും ദുഷിച്ചൊരു സ്ത്രീയെ നിങ്ങളുടെ അമ്മയാക്കില്ല. നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ, നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല സുന്ദരിയെ, ലോകത്തിലെ ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മഹനീയ സ്ത്രീരത്നത്തെ നിങ്ങൾ നിങ്ങളുടെ മാതാവായി തിരഞ്ഞെടുക്കും. എന്തേ? കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ ഭൂമി വന്ന് പിറക്കുമ്പോൾ തന്റെ തള്ളയാവാൻ, അമ്മയാവാൻ തിരഞ്ഞെടുത്ത സ്ത്രീയെ, ആ സ്ത്രീയെ മോശപ്പെട്ടൊരു സ്ത്രീയാണോ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ മാതാവാക്കി തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് അവളെ ത്രിലോകത്തിന്റെ രാജ്ഞിയാക്കി മാറ്റിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, സക്കറിയായുടെ മുമ്പിൽ വന്നിട്ട് സക്കറിയായുടെ വാ പൂട്ടിയിട്ട് പോകുന്നുണ്ടൊരു ദൂതൻ. ദൂതന്റെ പേര് ഗബ്രിയേൽ. യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനം, പുരോഹിത നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരുമെന്ന് പറഞ്ഞ് സക്കറിയ പുരോഹിതന്റെ വാബൂട്ടുന്ന ഗബ്രിയേൽ എന്തുകൊണ്ട് പഞ്ചബുദ്ധം അടക്കി നിന്നു മറിയത്തിന്റെ മുമ്പിൽ? മനുഷ്യന്റെ കണക്കനുസരിച്ചാണെങ്കിൽ അച്ഛന്റെ മുമ്പിലല്ലേ വണങ്ങി നിൽക്കേണ്ടത്, അല്ലാതെ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തെ പെങ്കൊച്ചിന്റെ മുമ്പിലാണോ? മാനുഷിക മൂല്യം അനുസരിച്ചാണെങ്കിൽ ഒരു പുരോഹിതനെ അല്ലേ ദൂത നീ മാനിക്കേണ്ടത്? പുരോഹിതന് വിവരം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് എന്റെ മേളിൽ പോസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സഹോദരിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് ഗബ്രിയേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. മാലാഖ മാനിച്ചതിനെ മനുഷ്യ, മണ്ണായ മനുഷ്യ, ഒരു കാറ്റടിച്ച താഴെ വീഴാവുന്ന മനുഷ്യ നീ നിന്ദിക്കല്ലേ? വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാതെ പറയാ അറിയാവുന്ന ഒന്നും വലിയ ഗമയൊന്നുമല്ല. അത് മെമ്മറി ടെസ്റ്റ് നടത്തിയാൽ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. 15, 16, 17, 18, 10 വയസ്സൊക്കെയുള്ള പിള്ളേർ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാതെ പറയാം, മെമ്മറി ഉള്ളവർ പറയാം. അത് പറഞ്ഞതുകൊണ്ട് വചനത്തിന്റെ വെളിച്ചമുണ്ടാവണം നിർബന്ധമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന വേള.